വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് മഹത്വമുണ്ടാക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് ഇന്ന് നമ്മുടെ ഹൃദയത്തിന് വെളിച്ചമായി പ്രകാശമായി തീരത്തക്ക നിലയിൽ സ്വർഗം ആഴവും ശക്തമായി ഇടപെടുന്ന ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ ഇന്ന് കണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ദിവസമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് സാഹചര്യങ്ങളെ തിരിക്കുന്ന അത്ഭുതത്തിൻ്റെ ദിവസമായി മാറുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 147 സങ്കീർത്തനം 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ആ തിരുവെഴുത്ത് ഭാഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ദൂത് ഇതാകുന്നു: അവരുടെ മുറിവുകളെ കെട്ടുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും. ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൻ്റെ തലങ്ങളിൽ, ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കടന്നുപോയ സാഹചര്യങ്ങളിലും ഇന്നും ഉണങ്ങാത്ത, സൗഖ്യമാകാത്ത മുറിവുകൾ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ, ഒരിക്കലും ഇങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് പ്രകാരം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ അപ്രകാരം മുറിവേറ്റ സാഹചര്യങ്ങൾ, മുറിപ്പെടുത്തിയ തലങ്ങൾ ആഴമായി ഇന്നും അതിനെ കത്തുന്ന, രക്തമൊഴുകത്തക്ക നിലയിൽ നീറുന്ന, നീറ്റലുണ്ടാകുന്ന, വേദനയുണ്ടാകുന്ന, വ്യതയുണ്ടാകുന്ന ഒരു ഹൃദയമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ആ രാജ്യത്ത് പോയപ്പോൾ മുറിവുണ്ടായില്ലേ? ആ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ മുറിവുണ്ടായില്ലേ? ആ ജോലി മേഖലയിൽ കടന്നുപോയപ്പോൾ മുറിവുണ്ടായില്ലേ? ആ ഭവനത്തിലേക്ക് കാല് വെച്ച് കയറിയപ്പോൾ ആഴമായ മുറിവുകളുണ്ടായില്ലേ? ഈ പ്രകാരം ഒരു മുറിവ് ഉണങ്ങാത്ത ഹൃദയമായി, ഉണങ്ങാത്ത മുറിവായി ജീവിതത്തിൽ കടന്നു പോകുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഴവും ശക്തമായ ദൂത്. അവൻ മുറിവ് കെട്ടുന്ന ദൈവമാ, അവൻ മുറിവ് സൗഖ്യമാക്കുന്ന ദൈവമാ. ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ശത്രു വ്യക്തികളോ മുറിവുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ കെട്ടുകയും അതിനെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന ഒരു കർത്താവ്, സ്നേഹവാനായ നമ്മുടെ ദൈവം. ഇന്ന് പരിശുദ്ധാത്മാവ് മുറിപ്പെട്ടിരിക്കുന്നവരുടെ കർത്താവിൻ്റെ ശബ്ദമിതാ മധുരമാക്കുന്ന, കയ്പിനെ മധുരമാക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, ആശ്വാസത്തിൻ്റെ തലങ്ങൾ, ആശ്വാസകാലങ്ങൾ ജീവിതത്തിൽ തലങ്ങളിൽ ദൈവം ഇതാ വെളിപ്പെടുത്താൻ പോകുന്നു. ആ മുറിവ് ഉണങ്ങുന്ന നിലയിലുള്ള ദൈവ പദ്ധതികൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ദൈവിക പ്ലാനുകൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ ദിവസങ്ങളിൽ ഇനി ആ മുറിവായിട്ട് കർത്താവ് നടത്തത്തില്ല. ആ മുറിവ് കൊണ്ട് ജീവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ശക്തവും വ്യക്തവുമായി സംസാരിക്കുന്നു. ദൈവം ഇടപെടുന്നു. ദൈവത്തിൻ്റെ പൈതലേ, സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? ഒരു നിന്ന ആ മേഖലകളിലില്ലേ? പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി ദൂത് വെളിപ്പെടുത്തുന്നു. അത്ഭുതത്തിൻ്റെ ദൈവപ്രവർത്തി ഈ ദിവസങ്ങളിൽ കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോവാ. അതുപോലൊരു ദൈവിക ഇടപെടൽ ഈ ദിവസങ്ങളിൽ സംഭവിച്ചിരിക്കും. എവിടെ മുറിപ്പെട്ടോ, എവിടെയാണോ സംഭവിച്ചത്, ആ തലത്തിൽ തന്നെ ആശ്വാസത്തിൽ
ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ദൈവപ്രവൃത്തിയുടെ തലങ്ങൾ സ്വർഗം ഇതാ ഒരുക്കുന്നു. ഇന്ന് ഹൃദയം തകർന്നവരോട്, ഹൃദയം മുറിപ്പെട്ടവരോട് പരിശുദ്ധാത്മ സംസാരിക്കുന്നു. ദൈവം സൗഖ്യമാക്കും, ദൈവം സൗഖ്യമാക്കും. അകത്തളങ്ങളിലെ ഈ മുറിവ് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടും ആശ്വാസമാകുന്നില്ല, അതുണങ്ങുന്നില്ല. എന്നാൽ ദൈവം തന്നെ അതിന് സൗഖ്യം വരുത്താൻ പോവാ, ദൈവം തന്നെ അതിന് വിടുതൽ കൽപ്പിക്കാൻ പോവാ. ആ മേഖലയിലെ വാഗ്ദത്തങ്ങൾ ഇതാ ദൈവം തുറക്കുന്നു, ദൈവം അത്ഭുതം ചെയ്യുന്നു. വിശ്വസിക്കട്ടെ. എൻ്റെ മുറിവ് ഏത് നിമിത്തമാണെന്ന് അറിയുന്ന ദൈവം, ആര് മുറിച്ചു എന്ന് അറിയുന്ന ദൈവം, എങ്ങനെ എപ്രകാരം മുറിവുണ്ടായെന്ന് അറിയുന്ന ദൈവം. ദൈവത്തിൻ്റെ വൈതലേ, കർത്താവിൻ്റെ കരങ്ങളിൽ പരിഹാരമുണ്ട്. അത് ഉണക്കുന്ന, മധുരമാക്കുന്ന, സന്തോഷമാക്കുന്ന തലത്തിലാ ദൈവപ്രവൃത്തിയെ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. കർത്താവ് സൗഖ്യമാക്കും, ദൈവം സൗഖ്യമാക്കും. ഇനി ആ മുറിവായിട്ട് ഇനി മുന്നോട്ട് ദൈവം നടത്തത്തില്ല. അതുപോലെ ദൈവത്തിൻ്റെ വിടുതൽ സംഭവിക്കാൻ പോവുക. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. സഹായിക്കണം, ജനത്തെ സഹായിക്കണമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, സൗഖ്യമാക്കുന്ന ദൈവകരം, ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം, പരിശുദ്ധാത്മ ജീവിതങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.